ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരും കാണാതെ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരിക്കും. സങ്കടങ്ങൾ മുഴുവൻ പറയും. ഞാൻ എന്നോട് തന്നെ തർക്കിക്കും. അവസാനം കൊള്ളാവുന്നൊരു ഉത്തരവായിട്ട് പാടത്തെ കാറ്റുവേറ്റ് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരും. ഞാൻ എന്റെ കൊച്ചുമോളെ വിട്ടുകൊടുക്കുകയല്ല. അതിനുവേണ്ടി ഏതറ്റം പോകേണ്ടി വന്നാലും ഞാൻ എന്തായാലും പോകും. പിന്നെ ഇപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ പാടത്തേക്ക് ഇറങ്ങാൻ ഒരു നല്ല ദിവസം നോക്കാന്നുള്ളതാ. അല്ല, സുജാത ഇടയ്ക്കിടയ്ക്ക് ഒരു ജോത്സ്യനെ വിളിക്കാറില്ലേ? അദ്ദേഹത്തെ ഒന്നും വിളിക്കണം. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അപ്പോ അങ്ങനൊരു തടസ്സം ഉണ്ടായാൽ അത് നീക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ നോക്കിയിരിക്കെ നമ്മൾ ചിന്തിച്ച കാര്യം അങ്ങ് മുടങ്ങിപ്പോയേക്കും. കൃഷിയുടെ കാര്യത്തില് അത് സംഭവിക്കാൻ പാടില്ല. അത് നമുക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങും, ഇല്ലയോ? ഇല്ലയോടാ? ഇവന് നിങ്ങളോടെന്തോ കാര്യം പറയാനുണ്ട്. ഇവനെ നാക്കില്ലേ? നീ ഒന്ന് പറയേ. മാറ്റിവെച്ചിട്ട് എന്തിനാ? ചെല്ലടാ അങ്ങോട്ട്. അച്ഛാ, അഡ്വക്കേറ്റ് പറഞ്ഞത് നിയമ നടപടികളിലൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ മോളെ കൂട്ടിക്കൊണ്ടുവരാൻ കുറച്ച് സമയം എടുക്കുന്ന. കോടതി കാര്യല്ലേ, അല്പം സമയം എടുക്കും. അതിനിപ്പോ എന്താ? അതിനൊന്നുമില്ല. നേരെ ചൊവ്വ അങ്ങ് പറയടാ. അതെ, ആ പെൺകുട്ടി ഇപ്പൊ താമസിക്കുന്നത് ഒരു കുഞ്ഞു ലോഡ്ജിലാ. അവള് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലെന്ന് ഇവൻ പറയുന്നു. നമ്മൾ ഇങ്ങനൊരു തീരുമാനം എടുത്തതിന് ശേഷം അവൾ അവിടെ കിടക്കുക എന്ന് പറഞ്ഞാ നമുക്കിത് നാണക്കേടല്ലേ? അതൊക്കെ ഇപ്പൊ നാണക്കേടാ. ആ പെൺകുട്ടി ഇതിനു മുമ്പും ഇത്തരം സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ കാരണക്കാരായി അവർക്ക് അന്ന് നാണക്കേട് തോന്നിയിട്ടുണ്ടോ? അന്ന് അവൻ ഇങ്ങനൊരു മാനസികാവസ്ഥയിൽ എത്തിയിട്ടില്ലല്ലോ. ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയില് ഇവൻ തനിച്ചെത്തിയതാണോ? അല്ലല്ലോ. സ്വത്തിന്റെ കാര്യത്തിൽ ഞാനൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രം. അച്ഛാ, അച്ഛൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനുവേണ്ടി മാത്രമല്ല ഞാനിപ്പോ വീണയെ കാണുന്നതും സംസാരിക്കുന്നതും. അവളുടെ അവസ്ഥ കണ്ട് കഷ്ടം തോന്നിട്ടാ. വീണ നമ്മളോട് വന്ന് നിന്നോട്ടെ അച്ഛാ. എന്തായാലും ഒരു കല്യാണം നടത്തി കൂട്ടിക്കൊണ്ടുവരാനൊന്നും ഇവരുടെ കാര്യത്തിൽ നടക്കില്ല. ഒന്നിച്ച് ജീവിക്കുന്നതിന് മുമ്പ് ഒരു താലി കഴുത്തിലിട്ട് കൊടുത്താൽ മാത്രം മതി. അവൾ ഇങ്ങ് വരട്ടെ എന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ഇനി ഞാനായിട്ട് തടസ്സം നിന്നൊന്നും വേണ്ട. നാളെ ചെന്ന് അയാളെ കൂട്ടിക്കൊണ്ടുവാ. നിന്റെ കാര്യത്തിലേ എനിക്ക് പൂർണ്ണ വിശ്വാസം വന്നിട്ടൊന്നുമല്ല. നീ കാരണം ഒരു പെൺകുട്ടി കണ്ണീര് കുടിക്കുന്നത് ഒരു ശാപമാണല്ലോ എന്ന് ഓർത്തിട്ടാ. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. ദേ, ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ അച്ഛന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്ന് അവക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. എന്നോട് എങ്ങനെയായാലും കുഴപ്പമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മേ. പിന്നെ അതുപോലെ വേറൊരു കാര്യം, അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. നിന്നെ കുറിച്ചുള്ള സംശയങ്ങളൊന്നും അച്ഛന് മാറിയിട്ടേ ഇല്ല.
അച്ഛന്റെ മുമ്പിലെ അച്ഛന് പോലും അഭിമാനിക്കാവുന്ന രീതിയിൽ ഒരു ജീവിതം നീ കാണിച്ചു കൊടുക്ക്. അല്ലാതെ അച്ഛൻ എന്തെങ്കിലും തീരുമാനം എടുത്താ പിന്നെ എന്നോട് കരയാനും പറയാനും നിൽക്കല്ലേ. ഉം. ഹരി, എന്തു പറ്റി? ഏയ് ഒന്നുമില്ലടോ. മോളുടെ കാര്യം മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ? എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? വീണയുടെയും വിപിന്റെയും ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് സാരമില്ലടോ. മോളുടെ കാര്യത്തിന് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതും കൂടി ആയിക്കോട്ടെ. അതെന്താ ഹരി, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും ഒഴിഞ്ഞു പോവാത്തെ? എടോ, ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചാല് നമുക്കൊക്കെ എങ്ങനെയാ മനസ്സിന് എത്ര ബലം വന്നേ? നമ്മളൊക്കെ എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പഠിച്ചത്? നമ്മുടെ മുന്നിൽ പ്രതിസന്ധികൾ വന്നു, നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്തു, അതിനെ മറികടന്നു. അങ്ങനെ അത് ശീലമായി. തോൽവികളൊക്കെ പ്രാക്ടീസായിട്ട് കാണാനും ജയിക്കാനുള്ള മത്സരം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? പഴഞ്ചൊല്ലുകളൊക്കെ പറയാൻ എളുപ്പ, പ്രാക്ടിക്കൽ ആക്കാനാ ബുദ്ധിമുട്ട്. പണ്ട് എനിക്കൊരു സങ്കടം വരുമ്പോ ഞാൻ അനുഭവിക്കുന്ന ഒരു ടെൻഷനുണ്ട്. അന്ന് അമ്മാവന്റെ മുമ്പിലിരുന്ന് ഒരുപാട് നേരം കരയും. പിന്നെ അവിടെ നിന്നൊരു ഒളിച്ചോട്ടം നേരെ പാടത്തേക്ക്. ആരും കാണാതെ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരിക്കും. സങ്കടങ്ങൾ മുഴുവൻ പറയും. ഞാൻ എന്നോട് തന്നെ തർക്കിക്കും. അവസാനം കൊള്ളാവുന്നൊരു ഉത്തരവായിട്ട് പാടത്തെ കാറ്റുവേറ്റ് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരും. ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്റെ കൂടെ ഒരാളിരിക്കല്ലേ. എന്തെങ്കിലും ഒരു സങ്കടം വന്നാ എനിക്ക് തന്നോട് പറയാമല്ലോ. തന്റെ ഈ കൈയൊന്ന് ചേർത്ത് പിടിക്കാമല്ലോ. മധുര നൊമ്പരക്കാറ്റ്